ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 137. മലയുടെ താഴെ പ്രസംഗത്തിന് ശേഷമുള്ള സാബത്ത്. ഈശോ രാത്രി മുഴുവൻ മലയിലാണ് ചിലവഴിച്ചത്. അതിനാൽ രാവിലെ കിഴക്കാം തൂക്കായ പാതയിലൂടെ ഇറങ്ങി വരുന്ന ഈശോയെയാണ് മറ്റുള്ളവർ കണ്ടത്. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, അങ്ങ് ഞങ്ങളോടൊപ്പം വരാതിരുന്നത് എന്താണ്? എനിക്ക് പ്രാർത്ഥിക്കേണ്ടിയിരുന്നു. എന്നാൽ അങ്ങേക്ക് വിശ്രമം ആവശ്യമായിരുന്നില്ലേ? എൻ്റെ സുഹൃത്തുക്കളെ, നല്ലവർക്കും ദുഷ്ടന്മാർക്കും വേണ്ടിയും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ശബ്ദം കഴിഞ്ഞ രാത്രിയിൽ സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ടു. എന്ത്, അങ്ങേക്കതിൻ്റെ ആവശ്യമുണ്ടോ? മറ്റാരെയും പോലെ എനിക്കും പ്രാർത്ഥന ആവശ്യമുണ്ട്. എൻ്റെ ശക്തി പരിപോഷിക്കപ്പെടുന്നത് പ്രാർത്ഥന കൊണ്ടാണ്. എൻ്റെ സന്തോഷമാവട്ടെ പിതാവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും. ധാരാളം പേർ ഉണർന്ന് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. നമുക്ക് താഴോട്ട് പോയി പരിശുദ്ധമായ ഈ ദിവസത്തെ പാവനമാക്കാം. ഈശോ മലയിൽ നിന്ന് ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ജോൺ എന്ന ശാസ്ത്രി ധാരാളം വേലക്കാരെ കൊണ്ട് അപ്പം, ഒലിവ് എണ്ണ, ഗുരുവിന് വേണ്ടി വറുത്തെടുത്ത ആട്ടിൻകുട്ടിയുടെ മാംസം എന്നിവ കുട്ടകളിലാക്കി എടുപ്പിച്ചു കൊണ്ടുവന്നു ഗുരുവിൻ്റെ പാദങ്ങളിൽ വച്ചു. അവിടുന്ന് അതെല്ലാവർക്കുമായി ഭാഗിച്ചു കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു. ഈശോ അപ്പവും ഒരു കഷ്ണം ആട്ടിറച്ചിയും കൂടി ഒരമ്മയ്ക്ക് കൊടുത്തു. മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞ് കൊച്ചരിപ്പല്ലുകൾ കാട്ടി പുഞ്ചിരിച്ചു കൊണ്ടിരുന്നു. പ്രത്യേക ശ്രദ്ധ ആവശ്യമുണ്ടെന്ന് തോന്നിയ 2-3 പേർക്ക് കൂടി അവിടുന്ന് അപ്രകാരം ചെയ്തു. ഗുരു, അത് അങ്ങേക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്, ശാസ്ത്രി പറഞ്ഞു. വിഷമിക്കേണ്ട, ഞാൻ അല്പം കഴിച്ചുകൊള്ളാം. താങ്കളുടെ ഔദാര്യത്തിൽ കൂടുതൽ പേർ പങ്കുപറ്റുമ്പോൾ എനിക്കത് കൂടുതൽ രുചികരമായി തോന്നുന്നു. വിതരണം കഴിഞ്ഞപ്പോൾ ആളുകൾ ഭക്ഷിക്കുകയും അടുത്ത നേരത്തേക്ക് കൂടി വയ്ക്കുകയും ചെയ്തു. ഒരു കൊച്ചുകൂടത്തിൽ നിന്ന് ശാസ്ത്രി പകർന്നു കൊടുത്ത പാൽ ഈശോ കുടിച്ചു. അപ്പോൾ ശാസ്ത്രി പറഞ്ഞു, അവിടുത്തെ വാക്കുകൾ കേൾക്കുക എന്ന സന്തോഷം കൊണ്ട് അവിടുന്ന് എന്നെ സംതൃപ്തനാക്കണം. നിങ്ങൾക്ക് ആ സംതൃപ്തി തരാം, വരൂ, ഈശോ പറഞ്ഞു തുടങ്ങി. വർണ്ണഭംഗി കൊണ്ടും സുഗന്ധം കൊണ്ടും ശുദ്ധവായു കൊണ്ടും സമ്പന്നമായ വിളവ് കൊണ്ടും ഇവിടം പരിശുദ്ധമാണ്. അതിനാൽ ഇന്നത്തെ സാബത്ത് ആചരിക്കുവാനുള്ള ദേവാലയമായി ഇതിനെ കരുതാം. സൂര്യനാകുന്ന വിളക്കിൻ്റെ പ്രകാശത്തിൽ നമുക്ക് ഈ പുഷ്പദളങ്ങളുടെയും ധാന്യക്കതിരുകളുടെയും നിത്യമായ താളുകൾ വായിക്കാം. ദൈവത്തെ സ്നേഹിക്കുക, നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തേക്കാൾ ദൈവ ഇഷ്ടത്തെ സ്നേഹിക്കുക. ഈ ലോകശക്തിയിൽ നിന്നും ജഡത്തിൽ നിന്നും സാത്താനിൽ നിന്നും ഉണ്ടാകുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക. ലൗകിക വസ്തുക്കളുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവർ ലോകത്തിൽ ഏറ്റവും അധികം ദുഃഖം അനുഭവിക്കുന്നവരായിരിക്കും. നിങ്ങൾ എന്നെ മിശിഹ എന്നും ഗുരു എന്നും വിളിക്കുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും പ്രശംസിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നു. എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ എല്ലാവരും എന്നോടൊപ്പം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. കർത്താവേ, കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വേലക്കാർ ചിതറിപ്പോയ ആടുകളെ വിളിച്ചു കൂട്ടുകയും സത്യത്തിൻ്റെ മേച്ചിൽ പുറങ്ങളിൽ എത്തിച്ചേരാൻ ക്ഷണിക്കുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് ഈ വേലക്കാരുടെ സ്ഥാനത്ത് വിധികർത്താവായ രാജാവിൻ്റെ ചെങ്കോൾ വഹിക്കുന്നവൻ നിയമിക്കപ്പെടും. അപ്പോൾ എൻ്റെ അധികാരം തികച്ചും വ്യത്യസ്തമായിരിക്കും. അത് കരുണ നിറഞ്ഞതായിരിക്കില്ല, മാറ്റമില്ലാത്ത നീതി നിറഞ്ഞതായിരിക്കും. ആടുകളുടെ കൂട്ടത്തിൽ നിന്ന് നല്ല ആടുകളെ ഞാൻ വേർതിരിക്കും. നന്മയും തിന്മയും ഇടകലർന്നവരെയും തിന്മ മാത്രം ചെയ്തവരെയും ഞാൻ വേറെ മാറ്റി നിർത്തും. ഇത് ഞാൻ ഒരു തവണയല്ല 2 തവണ ചെയ്യും. ഈ 2 വിധികളുടെയും ഇടയ്ക്കുള്ള കാലത്ത് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ നന്മയും തിന്മയും ഇടകലർന്ന് ചെയ്തവർക്ക് കഴിയുകയില്ല. ദുഷ്ടത മാത്രം ചെയ്തിട്ടുള്ളവർ ശുദ്ധീകരിക്കപ്പെടുന്ന പ്രശ്നമേ ഇല്ല. യാതൊരുവിധ വേദനയ്ക്കും അവരെ ശുദ്ധീകരിക്കാൻ കഴിയുകയില്ല. എന്തെന്നാൽ അവർ പാപമല്ലാതെ മറ്റൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. അതിനാൽ അവർ അങ്ങനെ തന്നെ കഴിയാൻ ഇടവരും. അതിനാൽ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. വേദനയുള്ളതെങ്കിലും അനുസരണയുടേതായ സുരക്ഷിത മാർഗത്തിലൂടെ നിങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് മുന്നേറുക.